Find the fractions with powers of 10 as denominator which get closer and closer to each of the fractions below and write the decimal form of each. അതായത് താഴെ കുറച്ച് ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രാക്ഷൻസിൻ്റെ ക്ലോസ് ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 10ൻ്റെ പവർ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് അവ ഡെസിമൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് 5/6 ആണല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 5/6നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 5/6 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 5 ഇൻറ്റു 10 50 അല്ലേ. സോ 50/6 ആണ്. 50/6 എത്രയാണെന്ന് നോക്കൂ. അപ്പോൾ 50/6നെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് 8 അല്ലേ. 8 റിമൈൻഡർ 2 ആണ്. 2/6 എന്ന ഫോമിൽ എഴുതാം അല്ലേ. അതായത് 8 ആദ്യം എഴുതി, പിന്നെ റിമൈൻഡർ 2, പിന്നെ /6 അല്ലേ. ഇങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം അല്ലേ. അതായത് 2/6 എന്ന് വെച്ചാൽ 8 + 2/6 എന്നാണ് അർത്ഥം അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻസിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ 50/6 എന്ന് വെച്ചാൽ എന്താ? 8 2/6 അല്ലെങ്കിൽ 8 + 2/6 ആണ്. ഓക്കെ, ഇനി നമുക്ക് 5/6നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 5/6 × 100 എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ നമ്മൾ ചെയ്തു 5/6 × 10 ചെയ്തു അല്ലേ. അപ്പോൾ അതിനെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് 5/6 × 100 കിട്ടും അല്ലേ. നേരത്തെ കിട്ടിയ ആൻസർ എന്താ? 8 + 2/6 ആണ് അല്ലേ. അപ്പോൾ 8 + 2/6 ഇൻറ്റു എന്ത് ചെയ്യണം? ഒരു 10 കൂടി ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്താ? ബ്രാക്കറ്റിൽ ഓരോ ടേമുമായിട്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം 8 × 10, അതെന്താ? 80 ആണ്. പിന്നെ 2/6 × 10 പ്ലസ് 2/6 പ്ലസ് ആണ് നടുക്കുള്ള സൈന്. സോ പ്ലസ് എഴുതി. പിന്നെ 2/6 × 10 എന്ന് വെച്ചാൽ എന്താ? 2 × 10 20 ആണ്. സോ 20/6 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 80 + 20/6 എത്രയാണെന്ന് നോക്കൂ. അപ്പോൾ 20/6നെ നമുക്ക് എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് 3 അല്ലേ. സോ 3 റിമൈൻഡർ 2/6 അല്ലേ. അപ്പോൾ 3 2/6 അല്ലെങ്കിൽ 3 + 2/6 എന്ന് എഴുതാം. ഓക്കെ, 20/6 എന്ന് വെച്ചാൽ എന്താ? 3 + 2/6 ആണ്. ഓക്കെ, അപ്പോൾ 80 + 3 83 ആണ് അല്ലേ. അപ്പോൾ 83 + 2/6 എന്ന് എഴുതാം. ഓക്കെ, 5/6 × 100 എന്ന് വെച്ചാൽ 83 + 2/6 ആണ്. ഇനി നമുക്ക് 5/6 × 1000 ചെയ്ത് നോക്കാം അല്ലേ. 5/6 × 1000 എന്ന് വെച്ചാൽ എന്താ? 5/6 × 100 × 10 ആണല്ലേ. 100 × 10 ആണല്ലോ 1000 അല്ലേ. അപ്പോൾ മുകളിൽ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മുകളിൽ കിട്ടിയത് എന്താ? 83 + 2/6 അല്ലേ. അപ്പോൾ 83 + 2/6 × 10 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 83 × 10 എത്രയാണ്? 830 ആണ് അല്ലേ. സോ 830 അടുക്കുള്ള സൈന് പ്ലസ് ആണ്. പിന്നെ 2/6 × 10 എത്ര? 2 × 10 20 അല്ലേ. സോ 20/6 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 830 + 20/6 നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ്? 3 + 2/6 ആണ് നമ്മൾ കണ്ട് അല്ലേ. അപ്പോൾ 20/6ന് പകരം നമ്മൾ 3 + 2/6 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 830 + 3 എത്രയാണ്? 833 അല്ലേ. സോ 833 + 2/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി 5/6 × 10,000 ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ 5/6 × 10,000 എന്താ? നമ്മൾ കണ്ടു 5/6 × 1000 എന്താണ്? 833 + 2/6 ആണ്. അപ്പോൾ 5/6 × 10,000 എന്താ? 833 + 2/6 × 10 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് 833 × 10 എന്താ? 8330 ആണ്. പ്ലസ് നടുക്കുള്ള സൈന് പ്ലസ്. പിന്നെ 2/6 × 10 എന്താ? 2 × 10 20 അല്ലേ. സോ 20/6 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 8330 പ്ലസ് 20/6 നമ്മൾ കണ്ടു എന്താ? 3 + 2/6 ആണ് അല്ലേ. 3 + 2/6 ദാറ്റ് ഈസ് 8330 + 3 എത്ര? 8333 ആണ് പ്ലസ് ഈ 2/6. ഓക്കെ, ഇതാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇതൊക്കെയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു എന്ത്? 5/6 × 10. 5/6 × 10 എന്ന് വെച്ചാൽ എന്താ? 8 + 2/6 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5/6ൻ്റെ വാല്യൂ കാണാമല്ലോ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻറ്റു 10നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /10 ആകും അല്ലേ. അപ്പോൾ 5/6 = എന്ത് വരും? 8 + 2/6/10 എന്ന് വരും അല്ലേ. 8 + 2/6/10 എന്ന് വെച്ചാൽ എന്താ? 8/10 + 2/6/10 അല്ലേ. അതായത് ആദ്യത്തേതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 5/6 = 8/10. അതായത് ഇൻറ്റു 10 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /10 ആവും. അതുകൊണ്ടാണ് 8/10 വരും.
പിന്നെ പ്ലസ് 2/6/10. 2/6/10 എന്ന് വെച്ചാൽ 2/6 10 എവിടെ വരുന്നു ഡിനോമിനേറ്ററിൽ, ബൈ 10 അല്ല, അപ്പം ഇൻറ്റു 10 വരും. അതായത് 6 × 10 എന്താ 60 ആണ്. 2/60 ആണ് ആദ്യത്തെ അല്ലേ. ഇനി രണ്ടാമത് നമ്മൾ എന്ത് കണ്ടു, 5/6 × 100 = 83 + 2/6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 5/6 വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഇൻറ്റു 100നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 100 ആകും അല്ലേ. അപ്പോൾ 5/6 എന്ന് പറഞ്ഞാൽ 83/100 + 2/6/100 എന്ന് വരും അല്ലേ. അപ്പോൾ രണ്ടാമത്തേതിൽ 5/6 എന്ന് പറയുന്നത് എന്താണ്, 83 + 2/6/100 അല്ലെങ്കിൽ 83/100 + 2/6 × 100, അതായത് 2/6/100 എന്ന് വെച്ചാൽ 2/600 അല്ലേ. കാരണം എന്താണ്, 2/100 ആണ് വരുന്നത്. അപ്പോൾ 100 ഡിനോമിനേറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ 6 × 100 ഡിനോമിനേറ്ററിൽ 6 × 100 വരും. അതുകൊണ്ടാണ് 600. ഓക്കെ. ഇനി മൂന്നാമത്തത് നമുക്ക് എന്ത് കിട്ടി, 5/6 × 1000 എന്ത് കിട്ടി, 833 + 2/6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് 5/6 വാല്യൂ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ ഇൻറ്റു 1000നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 1000 ആകും. അപ്പോൾ 5/6 എന്ത് വരും, 833/1000 + 2/6/1000 എന്ന് വരും. അതെന്ത് എങ്ങനെ എഴുതും, മൂന്നാമത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടി, 5/6 833/1000 പ്ലസ് പിന്നെ 2/6/1000, അതായത് ബൈ 1000 എവിടെ വരിക, ബൈ 1000 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് 1000 വരിക. അപ്പോൾ 2/6 × 1000, അതായത് 6000 എന്ന് വരും. ഓക്കെ. ഇനി നാലാമത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടി, 5/6 × 10,000 = 8033 + 2/6 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5/6 വാല്യൂ എങ്ങനെ കാണാം, ഈ ഇൻറ്റു 10,000നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10,000 ആകും. സോ 5/6 എന്ത് വരും, 8333/10,000 + 2/6/10,000 എന്ന് വരും അല്ലേ. അതെങ്ങനെ എഴുതാം, നാലാമത്തെ കേസിൽ 5/6 8333/10,000 പ്ലസ് പിന്നെ 2/6 × 10,000, അതായത് ബൈ 10,000 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് 1000 വരിക, 10,000 വരിക. അപ്പോൾ 6 × 10,000 60,000 ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്ത് കിട്ടി, ഈ 4 കേസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി, 5/6 വാല്യൂ കിട്ടി. ആദ്യം നമ്മൾ എന്ത് 8/10 + 2/60 കിട്ടി. രണ്ടാമത് 83/100 + 2/600 കിട്ടി. അങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് 10ന്റെ പവർ ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് 5/6നെ 5/6 8/10 10ന്റെ പവറാണ്. ഇവിടെ രണ്ടാമത്തെ 83/100 10ന്റെ പവറാണ് 100. പിന്നെ 1000 10ന്റെ പവറാണ്. 10,000 10ന്റെ പവർ ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ആണ് ഇവിടെയൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻസ് 2/60. 2/60 എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വാല്യൂ ആണ് അല്ലേ. 60 പാർട്ടിൽ 2 പാർട്ട് ഒരു സ്മോൾ വാല്യൂ ആണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. ഹിയർ 2/60 ഈസ് എ സ്മോൾ വാല്യൂ ആണ്, ഒരു ചെറിയ വാല്യൂ ആണ്. പിന്നെ അടുത്തതിൽ നമ്മൾ എന്താ വരുന്നത്, 2/600 ആണ്. 2/600 2/60യേക്കാളും ചെറിയ വാല്യൂ ആണ് അല്ലേ. കാരണം 600 പാർട്ടിൽ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹിയർ 2/600 ഈസ് സ്മോൾ വാല്യൂ ദാൻ 2/60. അതായത് 2/60 നേരത്തെ ഉള്ള വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആണ് 2/600 എന്ന് പറഞ്ഞാൽ. പിന്നെ 2/6000 6000 പാർട്ടിൽ 2 പാർട്ട്, അത് അതിനേക്കാൾ ചെറിയ വാല്യൂ ആണ് അല്ലേ. അപ്പം നമുക്കെന്ത് പറയാം, ഹിയർ 2/6000 ഈസ് സ്മോളർ ദാൻ 2/600 അല്ലേ. 2/600നേക്കാളും ചെറുതാണ് അല്ലേ. അതേപോലെ 2/60,000 എന്ന് വെച്ചാൽ എന്താണ്, അതാണ് ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ. 60,000 പാർട്ടിൽ 2 വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പാർട്ടാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ഹിയർ 2/60,000 ഈസ് സ്മോളർ ദാൻ 2/6,000 അല്ലേ. ഇതിനേക്കാളൊക്കെ ചെറിയ നമ്പറാണ് അല്ലേ. അതായത് അപ്പോൾ ഈ 5/6നെ അടുത്തടുത്ത് വരികയാണ് അല്ലേ. 8/10 83/100
833/1000 8,333/10,000 ഒക്കെ എന്താണ് ഇങ്ങനെ ഈ 5/6 ഇങ്ങനെ ക്ലോസ് ആയി വരികയാണ് അല്ലേ? കാരണം എന്താണ് അതിനോട് ആഡ് ചെയ്യുന്ന വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ് ഫ്രാക്ഷൻസ്? 8/10, 83/100, 833/1000, 8,333/10,000. ഈ ഫ്രാക്ഷൻസ് ഒക്കെ ആർ ഗെറ്റിംഗ് ക്ലോസർ ടു 5/6. ഇനി ഇവിടെ ഡെസിമൽ ഫോം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഡെസിമൽ ഫോം എന്താണ്? സോ 8/10ന്റെ ഡെസിമൽ ഫോം എന്താ? 0.8 ആണ്. 83/100ന്റെ ഡെസിമൽ ഫോം എന്താ? 0.83 ആണ്. പിന്നെ 833/1000 എങ്ങനെ വരും? 0.833 എന്ന് വരും. പിന്നെ 8,333/10,000ന്റെ ഡെസിമൽ ഫോം എങ്ങനെ വരും? ഇതൊക്കെ എങ്ങനെ എഴുതാം? ആദ്യം ന്യൂമറേറ്റർ എഴുതാം. 8,333 എഴുതി. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 4 സീറോസ് ഉണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 വാല്യൂസ് ആൻസറിൽ വേണം. 4 സീറോസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ആൻസറിൽ ബാക്കിൽ നിന്ന് 4 കൗണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 2 3 4 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റ് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഡെസിമൽ ഫോം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 0.833 ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 5/6. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫ്രാക്ഷൻസ്. അപ്പോൾ 5/6നെ നമുക്ക് എങ്ങനെ എഴുതാം? 5/6 = 0.833 എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/9 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 1/9നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 × 10 10 അല്ലേ? സോ 10/9 എന്ന് കിട്ടും. 10/9 എത്രയാണ്? 10/9നെ നമുക്ക് കോഷ്യന്റ് 1 അല്ലേ? 1 റിമൈൻഡർ 1 ഈ 9 1/9 അല്ലെങ്കിൽ 1 + 1/9 എന്ന് എഴുതാം. ഓക്കെ, +1/9 ആണ്. ഇനി 1/9നെ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം 1/9 × 10 1 + 1/9 ആണ്. അപ്പം 1/9 × 100 എന്ത് വരും? 1 + 1/9 × 10 ആണ് അല്ലേ? 1 + 1/9 എന്ന് കിട്ടിയിരുന്നു. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്ത് വരും? ആദ്യം 1 × 10 ബ്രാക്കറ്റിൽ ഓരോ ടേമിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 10 10 ആണ്. പ്ലസ് 1/9 × 10 എന്താ? 1 × 10 10 അല്ലേ? സോ 10/9 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 10 + 10/9 എത്രയാണ് നമ്മൾ കണ്ടു? 1 + 1/9 ആണ് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് 10 + 1 11 അല്ലേ? സോ 11 + 1/9 എന്ന് കിട്ടും. ഓക്കെ, ഇനി 1/9നെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/9 × 100 11 + 1/9 ആണ്. അപ്പോൾ 1/9 × 1000 എന്തായിരിക്കും? 11 + 1/9 × 10 ആയിരിക്കും അല്ലേ? ഓക്കെ, ഇതെന്ത് വരും? ബ്രാക്കറ്റിൽ ഓരോ ടേമിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11 × 10 110 ആണ്. പ്ലസ് പിന്നെ 1/9 × 10 എന്ത് വരും? 1 × 10 10 അല്ലേ? സോ 10/9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 110 + 10/9 നമുക്ക് ഓൾറെഡി കിട്ടി. 1 + 1/9 ആണ് അല്ലേ? ദാറ്റ് ഈസ് 110 + 1 എത്ര? 111 ആണ്. പ്ലസ് 1/9. ഓക്കെ, അപ്പോൾ 1/9 × 10,000 എന്ത് വരും? നമ്മൾ കണ്ടു 1/9 × 1000 111 + 9 ആണ്. പ്ലസ് 1/9 ആണ്. അപ്പോൾ 1/9 × 10,000 വരും. എന്ത് വരും? 111 + 1/9 × 10 ആയിരിക്കും അല്ലേ? × 10. ഇതിനെങ്ങനെ ചെയ്യാം? ഈ ബ്രാക്കറ്റിലെ ഓരോ ടേമിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 111 × 10 എന്ത് വരും? 1110 വരും. പ്ലസ് 1/9 × 10 അല്ലേ? അതെന്ത് വരും? 1 × 10 10 അല്ലേ? സോ 10/9 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 1110 പ്ലസ് 10/9 എത്രയാണ്? 1 + 1/9 ആണ് അല്ലേ? അപ്പോൾ 1110 + 1 എത്ര? 1111 പ്ലസ് 1/9 എന്ന് കിട്ടും. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടെന്താ? 1/9 × 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 + 1/9 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും 1/9ന്റെ വാല്യൂ കാണാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 10നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ?
അപ്പോൾ ഇൻറ്റു 10നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10 ആകും അല്ലേ. അപ്പോൾ 1/9 എന്ന് പറയുന്നത് എന്താ, 1 + 1/9/10 എന്ന് വരും അല്ലേ. അതെങ്ങനെ എഴുതാം, ആദ്യത്തെ കേസിൽ നിന്നും 1/9 എന്ന് പറയുന്നത് എന്താണ്, 1 + 1/9/10 ആണ് അല്ലേ. അതായത് 1/10 + 1/9/10 എന്ന് വരും. 1/9 ഡിനോമിനേറ്ററിൽ ആണല്ലോ, അപ്പോൾ ബൈ 10 ആണ്, അപ്പോൾ 10 ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ 1/9 × 10 അതായത് 1/90 എന്ന് കിട്ടും അല്ലേ. ഇനി രണ്ടാമത്തെ കേസിൽ 1/9 എന്ത് വരും, രണ്ടാമത് നമ്മൾ കണ്ടത് 1/9 × 100 എന്ന് പറയുന്നത് എന്താ, 11 + 1/9 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും 1/9ൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻറ്റു 100നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 100 ആകും അല്ലേ. അപ്പോൾ എന്ത് വരും, 1/9 = 11/100 + 1/9/100 എന്ന് കിട്ടും അല്ലേ. 11/100 + 1/9/100 എന്ന് വെച്ചാൽ 1/9 × 100 അതായത് 1/900 എന്ന് കിട്ടും. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസിൽ എങ്ങനെയാണ് 1/9 കാണാം. മൂന്നാമത്തെ കേസിൽ നമ്മൾ കണ്ടു 1/9 × 1000 എന്ന് പറയുന്ന 111 + 1/9 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും 1/9ൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻറ്റു 1000നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 1000 ആകും അല്ലേ. അപ്പോൾ 1/9 എന്ന് പറഞ്ഞാൽ എന്തായി, 111/1000 + 1/9/1000 എന്ന് വരും അല്ലേ. 111/1000 പ്ലസ് പിന്നെ 1/9/1000 എന്ന് വരും, 1/9000 എന്ന് വരും അല്ലേ. ഇനി നാലാമത്തെ കേസിൽ 1/9 എങ്ങനെ കണ്ടുപിടിക്കാം, 1/9 നാലാമത്തെ കേസിൽ 1/9 × 10,000 എന്ന് പറയുന്നത് എന്താണ്, 1111 + 1/9 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും 1/9ൻ്റെ വാല്യൂ കാണുക, അതിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റു 10,000 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 10,000നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10,000 ആകും. അപ്പോൾ 1/9 എന്ന് പറയുന്നത് എന്താ, 1111/10,000 പ്ലസ് എന്താ, ഈ 1/9/10,000 വരും അല്ലേ. 1111/10,000 പ്ലസ് 1/9/10,000 എന്ന് വെച്ചാൽ 1/9 × 10,000 അതായത് 1/90,000 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ സ്മോൾ വാല്യൂസ് ആണ്. 1/90 എന്ന് പറഞ്ഞാൽ 90ൽ 1 പാർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ ആണ്. 1/900 എന്ന് വെച്ചാലും ചെറിയൊരു വാല്യൂ ആണ് അല്ലേ. ഇതൊരു ചെറിയ വാല്യൂ ആണ്, ഇതൊരു ചെറിയ വാല്യൂ ആണ്. അതേപോലെ 1/9000 എന്ന് വെച്ചാൽ അതിലാറും ചെറിയ വാല്യൂ ആണ്. 1/90,000 എന്ന് വെച്ചാൽ അതിലാറും ചെറിയ വാല്യൂ. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ ഫ്രാക്ഷൻസ് ഏത് ഫ്രാക്ഷൻസ്, 1/10 എന്ന ഫ്രാക്ഷനും 11/100 എന്ന ഫ്രാക്ഷനും 111/1000 എന്ന ഫ്രാക്ഷനും 1111/10,000 എന്ന ഫ്രാക്ഷനും ഒക്കെ എന്താണ്, 1/9ന് ക്ലോസ് ആയി വരികയാണ് എന്നാണ് അർത്ഥം അല്ലേ. സോ ദ ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ് ഫ്രാക്ഷൻസ്, 1/10, 11/100, 1111/1000, 1111/10,000 are getting closer and closer to 1/9. അപ്പോൾ ഇതൊക്കെയാണ് ഡിനോമിനേറ്റർ 10ൻ്റെ പവേഴ്സ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ്. 1/9 ക്ലോസ് ആയിട്ടുള്ള 1/10ൻ്റെ വാല്യൂ എന്താ, 0.1 ആണ്. 11/100ൻ്റെ ഡെസിമൽ ഫോം എന്താണ്, 0.11 ആണ് അല്ലേ. കാരണം എന്താ, 11/100 എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ആദ്യം എഴുതുക, 11 എഴുതി, ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്, 1 2. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ടുപോയിട്ട് പോയിന്റ് ഇടാം, 1 2 എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റ് മുമ്പ് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് 0 ഇട്ടു. അപ്പോൾ 0.11 ആണ് എന്ത്, 11/100 എന്ന് വെച്ചാൽ. ഓക്കെ. അതേപോലെ 111/1000 എന്ന് വെച്ചാൽ എന്ത് വരും, 0.111 എന്ന് കിട്ടും. അതേപോലെ 1111/10,000 ഇത് വരും 0.111 എന്ന് കിട്ടും അല്ലേ. കാരണം 1111/10,000 എന്ന് വെച്ചാൽ എന്താ, ആദ്യം ന്യൂമറേറ്റർ അതേപോലെ എഴുതി 111 എഴുതി, ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി എന്തോ നോക്കേണ്ടത്, ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട് നോക്കാം, 1 2 3 4 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 4 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 4 കൊണ്ടുപോയിട്ട് പോയിന്റ് ഇടാം, 1 2 3 4 എന്നിട്ട് പോയിന്റ് ഇടും. പോയിന്റ് മുമ്പ് നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ 0.1111 ആണ് എന്ത്, 1111/10,000 എന്ന് വെച്ചാൽ. ഓക്കെ.
അപ്പോൾ ഈ ഡെസിമൽസ്, ഈ നമ്പേഴ്സൊക്കെ എന്താണ്, ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു എന്ത് 1/9. ഓക്കെ, അപ്പോൾ നമുക്ക് 1/9 എങ്ങനെ എഴുതാം? 1/9 = 0.111 എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 1/11 ആണല്ലേ. അപ്പോൾ 1/11 നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1 × 10 10 ആണ്, 10/11 എന്ന് കിട്ടും. ഇനി 1/10 നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1 × 10 1 × 100 100 അല്ലേ, 100/11 എന്ന് കിട്ടും. 100/11 എത്രയാണ് നോക്കൂ. ഓക്കെ, അപ്പോൾ 100/11 എന്ന് വെച്ചാൽ കോഷ്യൻ്റ് 9 ആണ്, റിമൈൻഡർ 1/11 അല്ലേ. അപ്പോൾ 9 + 1/11 എന്ന് എഴുതാം. 9 + 1/11 ആണ് എന്ത്? 100/11 എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്ക് 1/11 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/11 × 100 9 + 1/11 ആണ്. അപ്പോൾ 1/11 × 1000 എന്ത് വരും? 9 + 1/11 × 10 ആയിരിക്കും അല്ലേ. കാരണം 1000 ആക്കണമെങ്കിൽ 100നെ നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ മേലെ കിട്ടിയ ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 + 1/11 × 10 അതെത്ര വരും? ആദ്യം ബ്രാക്കറ്റിൽ ഓരോ ടേമുമായിട്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 9 × 10 90 ആണ്. സോ 90 പ്ലസ് പിന്നെ 1/11 × 10 എന്ന് വെച്ചാൽ 1 × 10 10 അല്ലേ. സോ 10/11 ആണ് അല്ലേ. ഇനി 1/11 നമുക്ക് 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/11 × 1000 90 + 10/11 ആണ്. അപ്പോൾ 1/11 × 10,000 എന്ത് വരും? ഈ മുകളിൽ കിട്ടിയ ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ 90 + 10/11 × 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താ? 10 കൊണ്ട് ഈ ബ്രാക്കറ്റിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 90 × 10 എന്താണ്? 900 ആണല്ലേ. പ്ലസ് പിന്നെ എന്ത് വരും? 10/11 × 10 അതെന്താ? 10 × 10 100 അല്ലേ. സോ 100/11 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 900 പ്ലസ് 100/11 എത്ര നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് 9 + 1/11 ആണെന്ന് കണ്ടു അല്ലേ. അപ്പോൾ 9 + 1/11 ദാറ്റ് ഈസ് 900 + 9 എന്താ? 909 ആണ്, പ്ലസ് ഈ 1/11. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കണ്ട് എന്താ? 1/11 × 10 എന്ന് വെച്ചാൽ 10/11 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1/11ൻ്റെ വാല്യൂ കാണാം. ഓക്കെ, 1/11 = എങ്ങനെ കാണാം? അതിന് വേണ്ടിയിട്ട് ഈ × 10നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /10 ആകും. സോ 1/11 = 10/11/10. അതായത് 10 ഡിനോമിനേറ്ററിലാണ്. /10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ 1/11 × 10 വരും. അതായത് 10/110. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താണ്? 1/11 × 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 + 1/11 ആണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 1/11ൻ്റെ വാല്യൂ നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 100നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ × 100നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /100 ആകും അല്ലേ. അപ്പോൾ 1/11 എന്ന് പറഞ്ഞാൽ എന്താണ്? = 9/100 + 1/11/100 എന്ന് കിട്ടും അല്ലേ. രണ്ടാമത്തെ കേസിൽ 1/11 എന്ന് പറയുന്നത് 9/100 എന്ന് വെച്ചാൽ 9/100 ആണ്, പ്ലസ് 1/11/100 എന്ന് വെച്ചാൽ /100 ഡിനോമിനേറ്ററിലല്ലേ വരിക. അപ്പോൾ 1/11 × 100 അതായത് ഇങ്ങനെ വരും 1100 1/1100 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ 1/11 എത്രയാണെന്ന് നോക്കാം. മൂന്നാമത്തെ കേസിൽ 1/11 × 1000 = 90 + 10/11 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും 1/11 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 1000നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ × 1000നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /1000 ആകും അല്ലേ. അപ്പോൾ 1/11 എന്ന് പറയുന്നത് എന്താ? 90/1000 + 10/11/1000 എന്ന് കിട്ടും അല്ലേ. മൂന്നാമത്തെ കേസിൽ എന്ത് വരും? 90/1000 പ്ലസ് പിന്നെ 10/11/1000 എന്ന് വെച്ചാൽ എന്താ? 10/11 × 1000. 11 ഡിനോമിനേറ്റർ /1000 എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ വരും അല്ലേ. അപ്പോൾ 11ഉം 1000ഉം ഡിനോമിനേറ്ററിൽ വരും. 11 × 1000 എന്താ? 11,000 ആണ്. 10/11,000 എന്ന് കിട്ടും. ഇനി നാലാമത്തെ കേസിൽ 1/11ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. നാലാമത്തെ കേസിൽ നമുക്ക് എത്ര കിട്ടിയത്? 1/11 × 10,000 എത്ര കിട്ടി? 909 + 1/11 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും
1/11 വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ 10,000 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുവാണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 10,000 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10,000 ആകും. സോ 1/11 എന്ന് പറയുന്നത് എന്ത് വരും? 909/10,000 പ്ലസ് 1/11/10,000 എന്ന് കിട്ടും അല്ലേ. ഇപ്പം എന്ത് വരും? 909/10,000 പ്ലസ് പിന്നെ 1/11/10,000 വരും. അപ്പം ഈ ബൈ 10,000 ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ 1/11 ഇൻറ്റു 10,000 ഡിനോമിനേറ്ററിലാണ് 10,000 വരിക. അപ്പോൾ 11 ഇൻറ്റു 10,000 എന്ന് വെച്ചാൽ ഇങ്ങനെ വരും 1/110,000 എന്ന് വരും അല്ലേ. 10/110 ചെറിയ വാല്യൂ ആണ്. 1/1100 ചെറിയ വാല്യൂ ആണ്. 10/11,000 ചെറിയ വാല്യൂ ആണ്. 1/110,000 ഒക്കെ ചെറിയ വാല്യൂ ആണ് അല്ലേ. 1/110,000 എന്നൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയ വാല്യൂ ആണ്. അപ്പോൾ ഈ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ഫ്രാക്ഷൻസ് ഏതൊക്കെ? അതായത് ഈ 9/100, 90/1000, 909/10,000 ഒക്കെ ഈ 1/11 ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഫ്രാക്ഷൻസ് 9/100, 90/1000, 909/10,000 are getting closer and closer to 1/11 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഡെസിമൽ ഫോം എഴുതാം. 9/100 ഡെസിമൽ ഫോം എത്രയാണ്? അത് ന്യൂമറേറ്റർ അതേപോലെ എഴുതി 9. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1, 2 സീറോസ് ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 2 കൊണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1 ആയുള്ളൂ, പക്ഷെ 2 വേണം. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയായി? 1, 2 വാല്യൂസ് ആയി. എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0.09 ആണ് 9/100 എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ സോ 0.09. പിന്നെ അടുത്ത് 90/1000 എത്രയാണ്? 90/1000 എന്ന് വെച്ചാൽ ആദ്യം ന്യൂമറേറ്റർ അതേപോലെ എഴുതി 90. ഓക്കെ, ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1, 2, 3. അപ്പോൾ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് 3 വാല്യൂസ് വേണം. സോ ബാക്കിൽ നിന്ന് 3 കൊണ്ട് ചെയ്തിട്ട് പോയിന്റ് ഇടാം. 1, 2 ആയുള്ളൂ, പക്ഷെ 3 വേണം. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ എത്രയായി? 1, 2, 3 ആയി. എന്നിട്ട് പോയിന്റ് ഇടാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 90/1000 എന്ന് വെച്ചാൽ എന്താ? 0.090 ആണ്. ഇനി 909/10,000 അത് എത്രയാണ്? ആദ്യം ന്യൂമറേറ്റർ എഴുതി 909 എഴുതി. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഡിനോമിനേറ്ററിൽ എത്ര സീറോസ് ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 4 ഡെസിമൽ പ്ലേസ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആൻസറിൻ്റെ ബാക്കിൽ നിന്ന് 4 കൊണ്ടുവച്ചിട്ട് പോയിന്റ് ഇടാം. സോ 1, 2, 3 ആയുള്ളൂ, 4 വേണം. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എത്രയായി? 1, 2, 3, 4 ആയി. എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. പോയിന്റിന് മുമ്പ് നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0. ഓക്കെ, അപ്പം 909/10,000 എന്ന് വെച്ചാൽ എത്രയാണ്? 0.0909. ഓക്കെ, ആർ ഇതൊക്കെ എന്താണ്? ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/9. സോ നമുക്ക് 1/11 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 0.0909 എക്സെട്ര എന്ന് എഴുതാം. ഓക്കെ.